2021 ദൃശ്യപ്രകാശ് ബമ്പർ ചിരിയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ 2035 ലേഡി സൂപ്പർ സ്റ്റാറായി വളർന്ന ദൃശ്യയുടെ ലൊക്കേഷൻ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നില്ല. ഒരു ചൂടാന്റെ ദൈവമേ, ഒരു കുലുക്കി സർവത്ത്. ഈ കളർ കോടന്റെ ചോട്ടിലിരുന്ന് ജ്യൂസ് കുടിക്കുന്ന കണ്ടിട്ട് ഇത് കുലുക്കി സർവത്തിന്റെ കടയെന്ന് വിചാരിച്ചോ? ലേഡി സൂപ്പർ സ്റ്റാർ ദൃശ്യ പ്രകാശ്. അയ്യടി, അന്ന് ബമ്പർ ചിരി കിടന്ന് ഒരു പൊരിച്ചമീന്റെ തലയ്ക്ക് വേണ്ടി ആ ചിന്നമ്മേനോട് അടി ഉണ്ടാക്കി ഇപ്പൊ വലിയ സൂപ്പർ സ്റ്റാർ. അയ്യടാ, എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? ഞാൻ ഈ പടത്തില് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത്. ഞാനും ഒരു ആർട്ടിസ്റ്റ് അല്ലേടി. അയ്യോ, ഈ ആണെങ്കിൽ അത് ആർട്ടിസ്റ്റ് അല്ല, ആർട്ടിസ്റ്റാ. കറക്റ്റാ. നാളെയൊക്കെ എങ്ങനെ സിനിമയിലെത്തിന്നാ? അതറിയില്ല. പണ്ട് ഞാൻ ബമ്പർച്ചിയിൽ വന്നോണ്ടിരിക്കുന്ന സമയത്തെ രാവിലെ തന്നെ എന്റെ കെട്ടിയനായിട്ട് ഭയങ്കര തല്ലുണ്ടാക്കിയിട്ടാണ് വന്നത്. അന്നാണെങ്കിൽ ലാൽജോ സാറാണ് ഗസ്റ്റ്. നുണക്കുള്ള ഒരു നായികയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം എന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു, സെലക്ട് ചെയ്തു. നീ ഒന്ന് ചിരിക്കി. എവിടെയാണ് നുണക്കുഴി? ഞാൻ പറഞ്ഞില്ലേ ഭർത്താവായിട്ട് തല്ലുണ്ടാക്കിയിട്ടാ വന്നെന്ന്. ഒറ്റയടിക്കിന്റെ 4 പല്ല മൂപ്പര് തെറിപ്പിച്ചിട്ട് ഇവിടെ കുഴിയല്ലേ നീ, തൊരങ്കേനി. എന്തായാലും എന്താ, ഇപ്പൊ എനിക്ക് വെച്ചിടി കയറ്റുമല്ലേ. 10-15 കൊല്ലം കഴിഞ്ഞിട്ടും എപ്പോഴും ബമ്പർച്ചിരി തന്നെ, പഴയ ജോത്സ്ന. ആടി, ഞാൻ പഴയ ജോൽസിന് തന്നെയാ, ഇപ്പോഴും ബമ്പർ ചിരി തന്നെയാ. അതിലെ എനിക്കൊരു ആക്ഷേപവും ഇല്ല. എനിക്ക് 50,000 ഒക്കെ കിട്ടി. ഓ, അപ്പൊ ഡെവലപ്മെന്റ് ഉണ്ട്. പിന്നെ 11 സ്കിറ്റ് കളിക്കേണ്ടി വന്നു മാത്രം. 5, 10 ഒന്ന് സ്ലൈമേനി. ആ, അപ്പൊ കറക്റ്റാ. അപ്പൊ ഈ നസീർക്കൊക്കെ എപ്പോഴും നസീർക്ക് ഇപ്പൊ 2-3 ഷെഡ്യൂൾ ആയിട്ട് വരില്ലല്ലോ. എന്താണ്? കലോത്സവത്തിന് ജഡ്ജായിട്ട് പോലാ. ഓ, മിമിക്രിക്ക് ആയിരിക്കും. കുച്ചിപ്പുടി മോഹിനിയാട്ടോ. അപ്പൊ കാർത്തിക് സൂര്യാണോ ഇപ്പോഴും? ആ കാർത്തിക് സൂര്യന്റെ കാര്യം പറയാണ്ടക്കുന്ന നല്ല കേട്ടോ. ചെക്കൻ തൊപ്പി വെച്ച് ചെക്കന്റെ മുടിയൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പൊ ക്രീം പെന്നെ കമത്തി വെച്ചാരിയ ചെക്കന്റെ തല കാണാൻ. മാത്രല്ല ഹേ 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 എന്ന് പറയുമ്പോഴേക്കും എന്നിട്ട് ഇൻഹേലർ അടിക്കല വലിവാൻ പോലും. ഫണ്ണ് തന്നെ. ഈ നസീർക്ക് ഉണ്ടല്ലോ, എന്റെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന പടത്തിൽ എന്റെ അച്ഛന്റെ വേഷം ചെയ്യാനിരുന്നതാ. പക്ഷെ ഞാനായിട്ട് ഇടപെട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞു. അതെന്ത് ദുഷ്ടത്തിലടിയാ ചെയ്തത്? ചിരിക്കാത്തൊരു തന്ത എനിക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ ആ കോട്ടയം നസീർക്കന്റെ കാര്യോ? ഇതൊരു കോമഡി സിനിമയല്ല, കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യേണ്ട സിനിമയാണ്. മൂപ്പര് സീരിയസ് വേഷമൊക്കെ ചെയ്യൂലേ? ഒന്നും മിണ്ടാതെ നിന്നാ അവിടുന്ന് ഡയറക്ടർ കേൾക്കും. എന്തൊക്കെയോ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കി നിർത്തിയതാണ് ആ മനുഷ്യനെ. ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലേ ഈ? ഞാൻ കണ്ടിന് യൂട്യൂബില്. ലാലയിലെ നടേ. ഏത് ലാലേ? ഞാൻ കണ്ടിട്ടല്ലോ. മൂപ്പര് വന്നിട്ട് ചീട്ടളീനെ പറ്റി ഇങ്ങനെ പറയുന്നത്. അയ്യോ, അത് യൂട്യൂബിൽ ഇടയ്ക്ക് വരുന്ന റമ്മിന്റെ പരസ്യാണ്. ഇത്രയും വിവരമില്ലാത്തൊരു പെണ്ണിനാണ് കൾച്ചർ ഇല്ലാത്ത സാധനങ്ങള്. അയ്യോ, അത് പറഞ്ഞപ്പോഴല്ലേ നമ്മളെ ബമ്പർ ചിരിയിൽ ആ രഹസ്യം പൊളിഞ്ഞ്. ഏത് രഹസ്യം? നമ്മളെ മഞ്ജു ചേച്ചി ഉണ്ടല്ലോ, അങ്ങനെ അടിച്ച് ചിരിക്കല്ലേ? അത് ചിരിക്കല്ലേ നീ, കശുവണ്ടി വെച്ച് തല്ലി പൊട്ടിച്ച് പാത്രത്തിലേക്ക് പരിപ്പെടുത്തിടല. കുണ്ടറ അണ്ടിയാപ്പിയസും ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ട് എന്നാ കേട്ടത്. നിനക്കൊരു കാര്യം അറിയോ? നിങ്ങളുടെ മഞ്ജു ചേച്ചി ഉണ്ടല്ലോ, പണ്ട് കമൽ സാറിന്റെ സെറ്റിൽ വെച്ച് എന്റെ അടുത്തൊന്ന് മുട്ടാൻ വേണ്ടി വന്നതാ. അയ്യോ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് മാറിക്കൊടുത്തു. പുള്ളിക്കാരി ഇതിലങ്ങ് പോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അനക്ക് മഞ്ജു ചേച്ചിന് മാതിരി സൈഡ് ബിസിനസ് എന്തെങ്കിലും തുടങ്ങിക്കൂടെ? എന്തിന്? എനിക്ക് പൈസന്റെ ആവശ്യമില്ല. ഇപ്പൊ തന്നെ 2 ബെൻസ് ഉണ്ട്, 2 ഫ്ലാറ്റ് ഉണ്ട്, 3 വീടുണ്ട്, എല്ലാം ഞാൻ വാങ്ങിച്ചു കൂട്ടി. ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടിട്ടോ ഈ കുപ്പായത്തിന് 4 ബട്ടൺസ് പിടിപ്പിക്കാൻ എന്റെ പൈസ ഉണ്ടായില്ല. കെട്ടി വെച്ചിക്ക. കെട്ടണ്ടേനി? ഞാനിത് എങ്ങനെ ഊരാന്ന് ആലോചിച്ചിട്ടേ തലേ കൂടെ വലിച്ചു വാരൊക്കെ. അത് ബാബു കൊണ്ടുവന്ന സ്ക്രിപ്റ്റാ, ഉള്ളിലൊന്നുമില്ല. അയ്യോ, നയിക്കണ്ട. ഇതിന്റെ അല്ല, സ്ക്രിപ്റ്റിന്റെ. എന്താ കോമഡി തന്നെ. ഒരു സെക്കൻഡ്. 1 ചോക്ലേറ്റ് കോഫി പ്ലീസ്. അനക്കിപ്പോ സിനിമയൊന്നും ഇല്ലാന്നാണല്ലോ കേട്ടത്. ആരാടി അങ്ങനെ സംസാരിച്ചത്? അടുത്ത എന്റെ സിനിമയില് ഞാനും നായകനും തമ്മിൽ ഇഴുകി ചേർന്ന് അഭിനയിക്കുന്നത്. എന്താടി സിനിമേന്റെ പേര്? എന്താ, സുഖല്ലേ? അതൊക്കെ മോശമല്ലേടി, അങ്ങനെ എഴുതി ചേർന്ന് അഭിനയിക്കുന്നേ. അത് കുടുംബ പ്രേക്ഷകർ കാണുന്നതെന്ന് ചെയ്യരുത്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചതാ. ഈ ഇഴുകി ചേർന്ന് അഭിനയിക്കുന്നതൊക്കെ നായക സ്വപ്നം കണ്ടാണ് പോലും. ശരിക്കും ഫണ്ട് തന്നെ. പിന്നെ തമിഴ് തന്നെ ഇപ്പോഴും വിളിയോട് വിളിയാ. അത് ശരി. അപ്പൊ അണ്ണാച്ചിന്റെ പൈസ ഇതുവരെ കൊടുത്തു തീർന്നില്ല. അതിനല്ല, വിജയിന്റെ നായികയായിട്ട്. അപ്പൊ അത് അടിപൊളിയായിരിക്കും. നായകൻ വിജയും നായിക തോൽവിയും. അയ്യോ, ഡയറക്ടർ വീഡിയോ കോളൊക്കെ ചെയ്യുന്നു. ഹലോ സാർ. ഹലോ ദൃശ്യ. ഹായ് സാർ, ഞാൻ റെഡിയാണ്. റെഡിയല്ലേ? ഓ, റെഡിയാണ്. അല്ല, ഇതാരാ പുറകെ നിൽക്കുന്നത്? അതേതൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് സാർ. ആണല്ലേ, എന്റെ ക്യാരക്ടറിന് പറ്റിയ കുട്ടി. ഒരു കാര്യം ചെയ്യൂ, ദൃശ്യ ചെയ്യായിരുന്ന റോള് ആ കുട്ടി ചെയ്യട്ടെ. ആ കുട്ടി ചെയ്യുന്ന ദൃശ്യ ചെയ്യും. അതല്ല സാർ, ഇത് വെറും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്. വിവരമൊന്നുമില്ല, എക്സ്പീരിയൻസും ഇല്ല. അത് സാരമില്ല, കുഴപ്പമില്ല, അത് സാരമില്ല. അല്ല സാർ, അപ്പന്റെ എന്താ സുഖല്ലേ? അതൊക്കെ എന്നെ മാറ്റിയല്ലോ, കുഴപ്പമില്ല, സാരമില്ല. ഒരു ബ്ലാക്ക് കോഫി പ്ലീസ്.